ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്തിനെയും മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെയും ചോദ്യം ചെയ്തു പ്രത്യേക അന്വേഷണ സംഘം. KC ഉണ്ണികൃഷ്ണൻ വിവരങ്ങൾ നൽകുന്നു. എന്നായിരുന്നു ഈ ചോദ്യം ചെയ്യൽ? എന്തൊക്കെയായിരുന്നു അതിന്റെ വിവരങ്ങൾ? ശബരിമല സ്വർണ്ണക്കവർച്ച കേസിൽ വളരെ നിർണായകമായൊരു നടപടിയാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. കഴിഞ്ഞ ശനിയാഴ്ചയാണ് ദേവസ്വം ബോർഡ് മുൻ മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ അതോടൊപ്പം തന്നെ മുൻ പ്രസിഡന്റായിരുന്ന PS പ്രശാന്തിനെയും SIT ചോദ്യം ചെയ്ത് SIT മൊഴിയെടുത്തത്. ഈ സ്വർണ്ണക്കവർച്ചയുമായി ബന്ധപ്പെട്ട് മന്ത്രിയെ ബന്ധിപ്പിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ടല്ല. അതേസമയം അന്ന് ഉത്തരവാദിത്തമുണ്ടായിരുന്ന ഒരു മന്ത്രി എന്ന നിലയിലാണ് ചോദ്യം ചെയ്തത് എന്നതാണ് പുറത്തു വരുന്ന വിവരം. ഇക്കാര്യത്തിൽ മന്ത്രി നേരത്തെ പറഞ്ഞിട്ടുള്ളൊരു കാര്യം, കടകംപള്ളി സുരേന്ദ്രൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, ദേവസ്വം ബോർഡാണ് ഇക്കാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്നത്, അതിൽ സർക്കാരിൻ്റെ അനുമതി ആവശ്യമില്ല എന്നൊരു കാര്യം നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും ഈ കൂടുതൽ ഉന്നതരിലേക്ക് തന്നെ നടപടികൾ നീങ്ങുന്നു എന്നതാണ് ഇതിൽ നിന്ന് കാണേണ്ട ഒരു കാര്യം. എന്തായാലും SITയുടെ നീക്കം വളരെ രഹസ്യമായി തന്നെയായിരുന്നു. കഴിഞ്ഞ ശനിയാഴ്ചയാണ് ഈ നടപടി ഉണ്ടായത്, ഈ മൊഴിയെടുത്തത് എന്നതാണ് അറിയുന്ന വിവരം. കൂടാതെ ഇക്കാര്യങ്ങളിൽ മന്ത്രി നേരത്തെ പറഞ്ഞിട്ടുള്ളത്, ഈ കടകംപള്ളി സുരേന്ദ്രൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, ഇതിൽ തീരുമാനമെടുക്കുന്നത് ദേവസ്വം ബോർഡാണ്, സർക്കാരിന് അനുമതി ആവശ്യമില്ലെന്നാണ് കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞിട്ടുള്ളത്. കൂടാതെ ഈ അടുത്ത മാസം ആദ്യം, അതായത് ജനുവരി ആദ്യത്തെ വാരം തന്നെ ഈ അന്വേഷണം പൂർത്തിയാക്കേണ്ടതുണ്ട്. അതുവരെയാണ് ഹൈക്കോടതി സമയം അനുവദിച്ചിരിക്കുന്നത്. അതിന് മുന്നോടിയായി തന്നെയാണ് ഈ രീതിയിൽ അതിവേഗത്തിലുള്ള ഒരു നടപടി ഉണ്ടായതെന്നതാണ് കാണേണ്ട ഒരു കാര്യം. കൂടാതെ CBI അന്വേഷണം വേണമെന്നൊരു ആവശ്യവും ഇപ്പോൾ കോടതിക്ക് മുന്നിലുണ്ട്. ഈ ഒരു ഘട്ടത്തിൽ ഉന്നതരിലേക്കും നടപടി നീങ്ങി എന്നൊരു കാര്യം കൂടി SITക്ക് ബോധ്യപ്പെടുത്തേണ്ട ഒരു കാര്യം ഉണ്ട്. അതും കൂടെ കണക്കിലെടുത്താണ് ഈ നടപടി എന്നതാണ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം. എന്തായാലും കഴിഞ്ഞ തവണ കേസ് പരിഗണിച്ച ഘട്ടത്തിൽ വലിയൊരു വിമർശനം, അതായത് ദേവസ്വം ബോർഡ് മുൻ അംഗങ്ങളിലേക്ക് ഈ അന്വേഷണം പോകുന്നില്ല എന്നൊരു കാര്യം നേരത്തെ കോടതി ചൂണ്ടിക്കാണിക്കുന്ന സ്ഥിതി ഉണ്ടായി. അതുമായി ബന്ധപ്പെട്ട വലിയ വിമർശനമെല്ലാം തന്നെ SITക്കെതിരെ ഉയരുന്നൊരു സാഹചര്യമെല്ലാം തന്നെ ഉണ്ടായി. അതിന് പിന്നാലെയാണ് കൂടുതൽ ആളുകളിലേക്ക്, അതായത് ദേവസ്വം ബോർഡ് മുൻ അംഗങ്ങളിലേക്കും അതോടൊപ്പം തന്നെ മുൻ ദേവസ്വം മന്ത്രി കൂടാതെ PS പ്രശാന്ത്, ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എന്നിവരിലേക്കും കൂടി നടപടികൾ നീങ്ങിയത് എന്നതാണ് കാണേണ്ട ഒരു കാര്യം. പ്രതിപക്ഷം ഉൾപ്പെടെ വലിയ രീതിയിലുള്ള ആവശ്യമെല്ലാം തന്നെ ഉന്നയിച്ചിരുന്നു. ഈ കടകംപള്ളി സുരേന്ദ്രനിലേക്ക് അന്വേഷണം നീങ്ങുന്നില്ല എന്ന കാര്യം ഉന്നയിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള വിമർശനങ്ങളെല്ലാം തന്നെ സർക്കാരിനെതിരെ ഉയരുന്ന ഒരു കാര്യങ്ങളെല്ലാം തന്നെ ഉണ്ടാവുന്നു. കടകംപള്ളി സുരേന്ദ്രനെ സംരക്ഷിക്കുന്നു, ആ രീതിയിലുള്ള വിമർശനങ്ങളെല്ലാം തന്നെ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു എന്നതും കാണേണ്ട ഒരു കാര്യം തന്നെയാണ്. അതിന് പിന്നാലെ ആണ് SITയുടെ നടപടി ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ നിർണായകമായൊരു നീക്കം SITയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായെന്നതാണ് കാണേണ്ട ഒരു കാര്യം. ദേവസ്വം ബോർഡ് മുൻ മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്തിരിക്കുന്നു. കൂടാതെ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്തിനെയും ചോദ്യം ചെയ്തിട്ടുണ്ട്. എന്തായാലും കഴിഞ്ഞ ശനിയാഴ്ചയാണ് ഈ ചോദ്യം ചെയ്യൽ നടന്നത്. ഈ സ്വർണ്ണക്കവർച്ചയുമായി ബന്ധപ്പെട്ട് മന്ത്രിയെ ബന്ധിപ്പിക്കുന്ന തരത്തിൽ കാര്യങ്ങൾ ഉണ്ടായിട്ടില്ല. പക്ഷേ അന്ന് ഉത്തരവാദിത്തം ഉണ്ടായിരുന്ന ഒരു മന്ത്രി എന്ന നിലയിലാണ് ഈ മൊഴിയെടുക്കുന്ന നടപടിയിലേക്ക് SIT നീങ്ങിയതെന്നതാണ് കാണേണ്ട ഒരു കാര്യം. കടകംപള്ളി സുരേന്ദ്രൻ ദേവസ്വം മന്ത്രിയായിരുന്ന കാലഘട്ടത്തിലാണ് സ്വർണ്ണ കവർച്ച നടന്നത് എന്നതാണ് ഉയരുന്ന ഒരു കാര്യം. എന്തായാലും ഒരു കടുത്ത നടപടിയിലേക്ക് തന്നെ SIT നീങ്ങി എന്നതാണ് കാണേണ്ട ഒരു കാര്യം. മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെയും ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്തിനെയും SIT ചോദ്യം ചെയ്തിരിക്കുകയാണ്. എന്തായാലും ആ രീതിയിൽ നടപടി നീങ്ങിയിരിക്കുകയാണ്. ജനുവരി ആദ്യ വാരത്തിനുള്ളിൽ അന്വേഷണം പൂർത്തിയാക്കേണ്ട ഒരു കാര്യമുണ്ട്. അതുവരെയാണ് ഹൈക്കോടതി സ്വർണ്ണ കവർച്ച കേസിൽ സമയം അനുവദിച്ചിരിക്കുന്നത്. അതിന് മുന്നോടിയായാണ് ഈ തിരക്കിട്ട നടപടി ഉണ്ടായതെന്നതാണ് കാണേണ്ട ഒരു കാര്യം.